പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 23 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 1 മുതൽ ജൂൺ 29 വരെയാണ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഏത് രാജ്യത്താണ് ഈ പ്രാവശ്യം ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്? ഈ പ്രാവശ്യത്തെ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആതിഥ്യം വഹിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഒന്ന് US-ഉം മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസും. ആദ്യത്തെ മത്സരം USA-യും കാനഡയും തമ്മിലാണ്. ജൂൺ 1 മുതൽ ജൂൺ 29 വരെയാണ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. 20 രാജ്യങ്ങൾ ആണ് ഈ പ്രാവശ്യത്തെ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. ഇതിൽ സ്കോട്ട്ലാൻഡ്, അയർലാൻഡ് എന്നീ ടീമുകൾ. ഈ ടീമുകളുടെ സ്പോൺസർഷിപ്പ് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കർണാടകയിലെ ഉൽപ്പന്നമായിട്ടുള്ള നന്ദിനി എന്ന ഇന്ത്യൻ മിൽക്ക് ബ്രാൻഡാണ്. ഇന്ത്യൻ പാൽ ബ്രാൻഡായിട്ടുള്ള നന്ദിനിയാണ് വരാനിരിക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ സ്കോട്ട്ലാൻഡ്, അയർലാൻഡിനെ സ്പോൺസർ ചെയ്യുന്ന സൊസൈറ്റി. T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഉഗാണ്ട പങ്കെടുക്കുന്നുണ്ട്. ഉഗാണ്ടയുടെ T20 ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആണ് അഭയ് ശർമ്മ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് 2024 ചാമ്പ്യനായത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? ഡി ഗുഗേഷ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞ ഡി ഗുഗേഷ് ആണ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ഇന്ത്യക്ക് പ്രൗഡ്ലി പറയാൻ സാധിക്കുന്ന, വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ചെസ് ടൂർണമെന്റ് ആണ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ്. ഈ ടൂർണമെന്റിൽ ആണ് ഡി ഗുഗേഷ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. 2006 മെയ് 29 ചെന്നൈയിലാണ് ഡി ഗുഗേഷ് ജനിച്ചത്. 12 വർഷം 7 മാസം 17 ദിവസം ഉള്ളപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററായി. തേർഡ് യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററും കൂടാതെ 2700 ഫിഡെ റേറ്റിംഗ് നേടുന്ന തേർഡ് യങ്ങസ്റ്റ് പ്ലെയറും 2750 ഫിഡെ റേറ്റിംഗ് നേടുന്ന യങ്ങസ്റ്റ് പ്ലെയറും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന യങ്ങസ്റ്റ് പ്ലെയർ എന്ന ബഹുമതിയാണ് ഡി ഗുഗേഷ് നേടിയിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയിലെ വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ എന്നിവർ 2024 ഏപ്രിൽ 21 അവസാനിച്ച ചരിത്രപരമായ സമുദ്രാന്തര പര്യവേഷണത്തിന് ഉപയോഗിച്ച കപ്പലേത്? INSV തരണി. INSV തരണിയാണ് ഇന്ത്യൻ നേവിയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഓഷ്യൻ എക്സ്പെഡിഷന് സമുദ്ര പര്യവേഷണത്തിന് എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ട് വനിതാ ഓഫീസേഴ്സ് ആണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 മൗറീഷ്യസിലേക്ക് ഒരു കടൽ യാത്ര നടത്തുകയും വളരെ വിജയകരമായിട്ട് മാർച്ച് 21 മൗറീഷ്യസിൽ എത്തുകയും പിന്നീട് അവിടുന്ന് മാർച്ച് അവസാനം ഇന്ത്യയിലേക്ക് തിരിക്കുകയും ഈ കഴിഞ്ഞ ഏപ്രിൽ 21 INSV തരണി ഇത് വളരെ സേഫ് ആയിട്ട് ഗോവയിലെത്തി. വളരെ ദുർഘടമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു തിരിച്ചുള്ള വരവ്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സർക്കം നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഇവന്റ്, ലോകം ചുറ്റുക എന്നത്. വളരെ ദുർഘടമായിട്ടുള്ള ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ എന്നിവർ തയ്യാറെടുക്കുന്നത്. ഏതാണ്ട് 2 മാസം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഈ ഒരു സമുദ്ര പര്യവേഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കപ്പലാണ് INSV തരണി. ഗുജറാത്തിലെ ഏത് ലോക്സഭാ സീറ്റിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? സൂറത്ത്. വരാൻ പോകുന്ന 18ാമത്തെ ലോക്സഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1ാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. 2ാമത്തെ ഘട്ടമാണ് ഏപ്രിൽ 26 ജൂൺ 4 ഫലപ്രഖ്യാപനം. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒരു വ്യക്തി 18ാമത്തെ ലോക്സഭയിൽ MP ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അത് ഗുജറാത്തിലെ സൂറത്ത് നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ് ദലാൽ ആണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ് ദലാൽ ആണ് എതിരില്ലാതെ സൂറത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഒരുങ്ങിയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ നോമിനേഷൻ റിജക്ട് ചെയ്തു. മറ്റു 8 സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായിട്ട് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ BJPയിലെ മുകേഷ് ദലാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മത്സരിക്കാൻ ആളില്ലാത്ത സ്ഥിതിക്ക് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ MP ആയിട്ട് പ്രഖ്യാപിച്ചു. വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം. ഇതിനു മുമ്പ് 23 പേർ മാത്രമാണ് ഇതേപോലെ വിജയിച്ചിട്ടുള്ളത്. BJPയിലെ ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാതെ തന്നെ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി. അത് മുകേഷ് ദലാൽ ആണ്. സൂറത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്.
ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ സിട്രോണിന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണിയെ ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ സിട്രോണിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചു. സിട്രോൺ എന്ന കമ്പനി 2019 ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതും 2021 സിട്രോൺ എന്ന കമ്പനി അതിന്റെ ആദ്യത്തെ കാർ വിൽപ്പന ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്. ഫ്രാൻസിലെ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള സിട്രോൺ ഇതിന്റെ ആദ്യത്തെ ഒരു കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നടത്തിയിട്ടുള്ളത്. C3 എന്ന ഇലക്ട്രിക് കാറുകൾ ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തു. ഏതാണ്ട് 500ഓളം കാറുകളാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള കാമറാജർ തുറമുഖത്ത് നിന്ന് കയറ്റി അയച്ചിട്ടുള്ളത് ഇന്തോനേഷ്യയിലേക്ക്. ഇപ്പോൾ സിട്രോൺ എന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മഹേന്ദ്ര സിംഗ് ധോണി. ആഗോള സൈനിക ചെലവിൽ 2023 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4ാമത്തെ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഇപ്പോൾ ആഗോള മിലിറ്ററി എക്സ്പെൻഡിച്ചർ ഇതിൽ 4ാമത്തെ സ്ഥാനമാണ്. 2022 4.2% വർധനവാണ് ഈ പ്രാവശ്യത്തെ, അതായത് 2023 സൈനിക ചെലവിൽ വന്നിട്ടുള്ളത്. അതായത് $83.6 ബില്യൺ സൈനിക ചെലവാണ് ഇന്ത്യ ഈ കഴിഞ്ഞ വർഷം, അതായത് 2023 നടത്തിയിട്ടുള്ളത്. ഇന്ത്യ ഇപ്പോൾ 4ാമത്തെ സ്ഥാനത്താണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് USA, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് റഷ്യ, 4ാം സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയാണ്. ധനലക്ഷ്മി ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ആരെയാണ് നിയമിച്ചത്? അജിത് കുമാർ KK. ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് അജിത് കുമാർ KKയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന വ്യക്തികളെ അവരുടെ അപ്പോയിന്റ്മെന്റിന് അപ്രൂവൽ നൽകുന്നത്. ഇതനുസരിച്ച് അജിത് കുമാർ KKയാണ് ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും. ഇതിനു മുമ്പ് ഈ ഒരു സ്ഥാനത്ത് JK ശിവൻ ആയിരുന്നു. അദ്ദേഹം ജനുവരി 29 വിരമിച്ചു. അതിനുശേഷം ആ ഒരു സ്ഥാനത്തേക്ക് തുടർന്നു പോയെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അജിത് കുമാർ KK ആണ് ധനലക്ഷ്മി ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും. ഏത് ദിവസമാണ് 2550 ഭഗവാൻ മഹാവീർ നിർവാണ മഹോത്സവം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? 21 ഏപ്രിൽ 2024. ഈ കഴിഞ്ഞ ഏപ്രിൽ 21 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2550 ഭഗവാൻ മഹാവീർ നിർവാണ മഹോത്സവം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. മഹാവീർ ജയന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ദിനം ഇതിന്റെ 2550 ദിനമായിരുന്നു. ഏപ്രിൽ 21 അഹിംസ, സത്യം, അസ്ഥേയ, ബ്രഹ്മചര്യം, അപരിഗ്രഹം തുടങ്ങിയ പഠിപ്പിക്കലുകൾ വഴി പ്രകാശിപ്പിച്ച 24ാമത് തീർത്ഥങ്കരനായിട്ടുള്ള ഭഗവാൻ മഹാവീറിന് ഈ ഒരു പരിപാടിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. 2550ാമത്തെ ഭഗവാൻ മഹാവീർ നിർവാണ മഹോത്സവം ആയിരുന്നു ഏപ്രിൽ 21. ഇന്നലെ ഏപ്രിൽ 22 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ബംഗാൾ ഉൾക്കടലിന്റെ ഏത് തീരത്താണ് ഒലീവ് റിഡ്ലി കടലാമകൾ കൂടുതൽ മുട്ടയിടുന്നത്? ഇതിന്റെ ഉത്തരം ഒഡീഷ തീരം. ഇന്ന് ലോകത്തിന് പറയുമ്പോൾ ഒലീവ് റിഡ്ലി സീ ടേർട്ടിൽസ്, അതായത് കടലാമകൾ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നത് ഒഡീഷ തീരത്ത് തന്നെയാണ്. ബംഗാൾ തീരത്താണെങ്കിലും ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നത് ഒഡീഷ തീരത്താണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് 2024 ചാമ്പ്യനായത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? D. ഗുഗേഷ്. ഇന്ത്യൻ നാവികസേനയിലെ വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമഡോർ ദിൽന K, ലഫ്റ്റനന്റ് കമഡോർ രൂപ A എന്നിവർ 2024 ഏപ്രിൽ 21 അവസാനിച്ച ചരിത്രപരമായ സമുദ്രാന്തര പര്യവേഷണത്തിന് ഉപയോഗിച്ച കപ്പലേത്? INS തരണി. ഗുജറാത്തിലെ ഏത് ലോക്സഭാ സീറ്റിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? സൂറത്ത്. ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ സിട്രോണിന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യൻ പാൽ ബ്രാൻഡായ നന്ദിനി വരാനിരിക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഏത് 2 ടീമുകളുടെ സ്പോൺസർ ആയി? സ്കോട്ട്ലാൻഡും അയർലാൻഡും. ആഗോള സൈനിക ചെലവിൽ 2023 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4ാമത്തെ. ധനലക്ഷ്മി ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ആരെയാണ് നിയമിച്ചത്? അജിത് കുമാർ KK. ഏത് ദിവസമാണ് 2550ാമത്
ഭഗവാൻ മഹാവീർ നിർവാണ മഹോത്സവം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 21 ഏപ്രിൽ 2024. ഇന്ന് ഏപ്രിൽ 23. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: വിച്ച് 2 countries ആർ ഹോസ്റ്റിംഗ് ദി ICC T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024? 2024 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങൾ ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.